മുട്ടയോ ബട്ടറോ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, അതിന് പകരമായിട്ട് ബട്ടർ മിൽക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊടിക്കാത്ത ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലും തൈരും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ലൈറ്റ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കേക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ്, നമ്മൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിരിക്കാനാണ് മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിൽക്ക് പൗഡർ നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പം ഞാൻ 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഒരു 3 സ്പൂൺ വെച്ചിട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്യാം. സ്പാച്ചിലയോ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 അടപ്പ് വിനീഗർ കൂടി ചേർത്ത് പെട്ടെന്ന് ആക്റ്റീവ് ആയതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്കിതൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തോ അല്ലെങ്കിൽ ഓവനിലോ 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1.5 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം പാല് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. പാനിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് വരുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിത് ബട്ടർ യൂസ് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും കട്ട കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കേക്ക് ഒന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിനെ ഒരു 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇപ്പോൾ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഐസിങ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മിൽക്ക് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോരോ ലെയറായിട്ട് നമുക്കിതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുത്ത ക്രീം വെച്ച് കൊടുക്കാം. മിൽക്ക് സിറപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തിളപ്പിച്ച പാലിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയോ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ഇനി ഓരോരോ ലെയറായിട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ ക്രീം ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഞാൻ 3 ലെയറും വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പറ്റാവുന്ന രീതിയിലേക്ക് ഞാനിതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാനായിട്ട് നമുക്കൊരു ചോക്ലേറ്റ് സിറപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. ചോക്ലേറ്റ് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചോക്ലേറ്റ് തന്നെയാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചൂടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ വിഷമിക്കേണ്ട. അതിന് പകരമായിട്ട് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ചൂടുള്ള പാത്രത്തിലാണ് ഞാൻ ഇതിപ്പോൾ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉരുകി കിട്ടും. ഉരുകി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ ക്രീം ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ക്രീമിനെ നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു നോസിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഫ്ലവറായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീം വെച്ച് തയ്യാറാക്കി എടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.